കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അവസാനം നമ്മൾ കാണുന്നത് നമ്മുടെ വില്ലി ബെന്നുമായിട്ട് സംസാരിക്കുന്നതും ബെൻ ഒരു അഡ്വൈസ് കൊടുക്കുന്നതുമാണ്. അപ്പോൾ അവസാനം വില്ലിക്ക് മനസ്സിലാവുന്നത് ഒരു ജംഗിളിലേക്ക് കയറിയിട്ട് റിച്ചായിട്ട് പുറത്ത് വരിക എന്നതാണ് തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് വില്ലിക്ക് മനസ്സിലാവുന്നു. ഇനി നെക്സ്റ്റ് സീനാണ്. അപ്പം വില്ലി വാണ്ടേഴ്സ് ഔട്ട് ഇൻ ടു ദ ബാക്ക് യാർഡ് സ്റ്റിൽ ടോക്കിംഗ് ടു ദ ഗോഡ്സ് ഫ്രം ഹിസ് പാസ്റ്റ്. He tries to look up into the sky but can't see anything because of the big buildings crowding in from all sides. He says, "Gotta break your neck to see a star in this yard." അപ്പോൾ വില്ലി ബാക്ക് യാർഡിലേക്ക് പോവാണ്. അപ്പം പാസ്റ്റിൽ ആൾ കാണുന്ന പാസ്റ്റിലാണ് ഇപ്പോഴും ആളുടെ മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഗോസ്റ്റുകളോട് ഒക്കെ ആളിങ്ങനെ സംസാരിച്ചു കൊണ്ട് പോവാണ്. അവിടെ ലിൻഡയുണ്ട്, ബെന്നുണ്ട്, അതേപോലെ അങ്ങനെ പലരും വന്നു പോകുന്നുണ്ട് നമ്മുടെ വില്ലി ലോമൻ്റെ മനസ്സിൽ. ഹി ട്രൈസ് ടു ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ ബട്ട് കാൻ സീ എനിത്തിങ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വില്ലിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിയുടെ വീട് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗം മുഴുവൻ വലിയ ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നും തന്നെ ആകാശത്ത് കാണുന്നില്ല. ബിക്കോസ് ഓഫ് ദ ബിഗ് ബിൽഡിംഗ് ക്രൗഡിങ് ഇൻ ഫ്രം ഓൾ സൈഡ്സ്. ഹി സേയ്സ്, "Gotta break your neck to see a star in this yard." ഇവിടെ ഒരു നക്ഷത്രത്തിനെ കാണണമെങ്കിൽ കഴുത്ത് തന്നെ ബ്രേക്ക് ചെയ്യേണ്ടി വരും എന്നാണ്. ഇൻ സെർച്ചിങ് ദ സ്കൈ, Willie yearns to reconnect with the natural world, but the constrained life he has chosen prevents this. His comment foreshadows that death is the only way he can escape the trap he has created for himself. അപ്പോൾ ആകാശത്ത് തിരയുമ്പോൾ വില്ലി ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ വേൾഡായിട്ട് റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ബാക്ക് യാർഡിലേക്ക് പോകുന്നു. അതേപോലെ നേച്ചറും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നേച്ചറായിട്ട് റീകണക്ട് ചെയ്യാൻ പോവുക. കാരണം ഇത്രയും നാളാൾക്ക് അതിനുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ആളിങ്ങനെ ഓടി നടക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. പക്ഷേ ആൾക്കൊന്നും കാണുന്നില്ല. ആൾ ചൂസ് ചെയ്ത ആ ലൈഫ് മാറിപ്പോയി. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞ കമൻറ്റ്, "Gotta break your neck to see a star in this yard" എന്നുള്ള കമൻറ്റ്, ഇതിൽ നിന്ന് ഒരു എസ്കേപ്പ് വേണമെങ്കിൽ, ഒരു രക്ഷപ്പെടൽ വേണമെങ്കിൽ മരണം തന്നെയാണ് ഒരു പോംവഴിയുള്ളൂ എന്ന് നമ്മുടെ വില്ലി പറയുന്നതാണ് ശരിക്കും ഈ കമൻറ്റിൻ്റെ ഒരു അർത്ഥം. കാരണം ആൾ തന്നെയാണ് ആളുടെ ഈ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സെയിൽസ്മാൻ ആവാൻ തീരുമാനിച്ചതും ഇങ്ങനത്തെ ഇതൊക്കെ എല്ലാം വില്ലി തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ വില്ലി ക്രിയേറ്റ് ചെയ്തൊരു ട്രാപ്പിൽ നിന്ന് ഇനി പുറത്ത് കടക്കണമെങ്കിൽ മരണം മാത്രമേ വഴിയുള്ളൂ. ലിൻഡ, who has heard Willie talking to himself, comes to the door to the backyard and asks him to come to bed. He responds by asking what happened to the diamond watch fob Ben had given him. She reminds him that he pawned it 13 years ago for Biff's radio correspondence course. അങ്ങനെ ലിൻഡ വില്ലീനെ വന്ന് വിളിക്കുകയാണ്, "വാ നമുക്ക് ഉള്ളിലേക്ക് പോവാം." ആൾ ചോദിക്കുകയാണ്, "എൻ്റെ ഡയമണ്ട് വാച്ച് ഫോബിന് എന്ത് പറ്റി?" നമ്മുടെ ലിൻഡ വില്ലിയെ റിമൈൻഡ് ചെയ്യാണ്, "അത് നിങ്ങൾ 13 കൊല്ലം മുമ്പ് അത് പണയം വെച്ചുല്ലോ. "He pawned it 13 years ago for Biff's radio correspondence course." ബിഫിൻ്റെ റേഡിയോ കറസ്പോണ്ടൻസ് കോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത് എന്ന് പറഞ്ഞു. Here Willie has sacrificed his connections to his brother and to the natural world in order to try to give everything to his sons. But unlike Charlie, who gives his son love and a solid example, he only ever gives his sons money and dreams of easy success. അപ്പോൾ വില്ലി ശരിക്കും ഇവിടെ വളരെയധികം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ആളുടെ കണക്ഷൻസും അതേപോലെ ആളുടെ ബ്രദറും എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. വില്ലി ഹാസ് സാക്രിഫൈസ്ഡ് ഹിസ് കണക്ഷൻസ് ടു ഹിസ് ബ്രദർ ആൻഡ് ടു ദ നാച്ചുറൽ വേൾഡ്. ആ നാച്ചുറൽ വേൾഡ് ആൾ അധികം എൻജോയ് ചെയ്തിരുന്ന നാച്ചുറൽ വേൾഡ് പോലും ഒരു നോക്ക് കാണാൻ പറ്റാത്ത, അതിനുള്ള സമയമൊന്നും വില്ലിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ്. ആ ജീവിതം ഒന്ന് മുന്നോട്ട് നീക്കാൻ ഓടി നടക്കുകയാണ് ആ സെയിൽസ്മാൻ. അപ്പോൾ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ആൾ. അപ്പം എല്ലാം ആളുടെ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചാർലിയുടെ പോലെ അല്ലാതെ, ചാർലി എന്ന് പറയുന്നത് ആളുടെ മകന് ലവ് എന്നുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആൾ എന്താ കൊടുത്തിരിക്കുന്നത്? ആൾക്ക് മണി, സൺസിന് മണിയും അതേപോലെ ഡ്രീംസ് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആവാം എന്നുള്ള സ്വപ്നങ്ങളും ആണ് നമ്മുടെ വില്ലി ലോമൻ തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. Willie leaves to go on a walk, though he is in his slippers.
Biff and Happy join Linda downstairs, and the three of them have a worried conversation about Willie's mental health. Linda asks Biff why he fights with his father all the time and whether he has come home to stay. Biff avoids committing. Linda tells him that one day he will return home having been away and won't recognize her or Willie anymore. She demands that he respect Willie. അങ്ങനെ നമ്മുടെ വില്ലി വാക്കിന് പോവാണ്. അപ്പോൾ ആൾ പറഞ്ഞ സ്ലിപ്പേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വില്ലി ശ്രദ്ധിക്കുന്നേയില്ല, കാരണം വില്ലിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയല്ല. അപ്പോൾ വില്ലി അവിടെ നിന്ന് ലീവ് ചെയ്യാണ്. ബിഫും ഹാപ്പിയും ലിൻഡേനെ താഴെ വന്ന് ലിൻഡയുമായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു വെറീഡ് കോൺവെർസേഷൻ അവിടെ നടക്കുകയാണ് വില്ലിയുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്. അപ്പോൾ ലിൻഡ ബിഫിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ അച്ഛനുമായിട്ട് ഇങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്? ബിഫ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ലിൻഡ പറയാണ്, നീ മനസ്സിലാക്കും എന്ന് വെച്ചാൽ നീ തിരിച്ചു വരും. ലിൻഡ ടെൽസ് ഹിം ദാറ്റ് വൺ ഡേ ഹി വിൽ റിട്ടേൺ ഹോം ഹാവിങ് ബീൻ അവേ ആൻഡ് വോണ്ട് റെക്കഗ്നൈസ് ഹർ ഓർ വില്ലി എനിമോർ. ഷി ഡിമാൻഡ്സ് ദാറ്റ് ഹി റെസ്പെക്ട് വില്ലി. വില്ലീനെ ഇപ്പം നീ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്, നിൻ്റെ അച്ഛനെ നീ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ലിൻഡ നമ്മുടെ ബിഫിനോട് പറയാണ്. Linda, as the closest person in Willie's life, consistently acknowledges his humanity and worth. Biff sees only the discrepancy between the persona Willie projects and the actual realities of Willie's life and looks at Willie more with pity than love. He also resents that Willie saddled him with lofty expectations that he could never fulfill. അപ്പോൾ ലിൻഡ ശരിക്കും വില്ലിയുടെ ലൈഫുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരാളാണ്, ക്ലോസസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലിക്ക് കിട്ടാതെ തൻ്റെ മക്കൾ കൊടുക്കാത്ത ഹ്യൂമാനിറ്റീനെ കുറിച്ചും അതേപോലെ ആ വേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിലും അച്ഛനെ അവർക്ക് ഭയങ്കര കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വില്ലിൻ്റെയൊക്കെ അറിയാം. ഇപ്പം ലിൻഡയ്ക്ക് ഇപ്പോൾ മനസ്സിലാച്ച പിള്ളേരധികം എപ്പോഴും ഫൈറ്റിലാണ് ബിഫുമായിട്ട്. അപ്പോൾ അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ വേർത്തും ഹ്യൂമാനിറ്റിയും ഒക്കെ വില്ലിയോട് കാണിക്കണം എന്നാണ് പറയുന്നത്. ബിഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിനിൽ കാണുന്നത് എന്ന് വെച്ചാൽ ആക്ച്വൽ റിയാലിറ്റീസ് ഓഫ് വില്ലീസ് ലൈഫ് അത് ശരിക്കും കാണുന്നില്ല. എന്നിട്ടിപ്പോൾ ആ ഒരു വില്ലി പ്രൊജക്റ്റ് ചെയ്യുന്ന പേഴ്സണെ മാത്രമാണ് ബിഫ് കാണുന്നത്. വില്ലി എന്താണ് പുറത്തേക്ക് കാണുന്നത്, ഉള്ളിൽ അദ്ദേഹം എത്രമാത്രം വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ബിഫ് അറിയാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലിയോട് സ്നേഹമല്ല, ഒരു പിറ്റിയാണ് നമ്മുടെ ബിഫിന് ഉള്ളത്. അതുമാത്രമല്ല, വില്ലി എപ്പോഴും അവരെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിട്ടേക്കല്ലായിരുന്നു ഓരോ എക്സ്പെക്റ്റേഷൻസിൻ്റെ പേരിൽ. വില്ലിക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ തൻ്റെ മക്കൾ മീറ്റ് ചെയ്യണമെന്ന് വില്ലിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻസിൻ്റെ ഇതിലാണ് അവരെ കെട്ടിയിട്ടിരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ബിഫിന് ഫുൾഫിൽ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി നമ്മുടെ ബിഫിന് മനസ്സിലുണ്ട്. ബിഫ് angrily responds that Willie never respected her. Linda counters that Willie may not be a great man, but he is a human being and deserves to have attention paid to him. He has lost his salary, she reveals, and is working only on commission. Nobody will buy from him anymore, and he borrows $50 a week from Charlie and claims it is his salary. She tells her sons that Willie has worked all his life only for their benefit. അപ്പോൾ ബിഫ് റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് ലിൻഡ പറയുമ്പോൾ ബിഫ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാണ്, വില്ലി ഒരിക്കലും അമ്മയെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ബിഫ് പെട്ടെന്ന് വിളിച്ച് പറയാണ്. അപ്പോൾ ലിൻഡ കൗണ്ടർ അടിക്കുകയാണ്, ദറ്റ് വില്ലി ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ വലിയ ഗ്രേറ്റ് മാനൊന്നും ആവില്ല, പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ആൻഡ് ഹി ഡിസേർവ്സ് ടു ഹാവ് അറ്റൻഷൻ പെയ്ഡ് ടു ഹിം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആൾക്ക് അറ്റൻഷൻ കൊടുക്കണം. ആൾക്കാളുടെ സാലറി നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവൾ ലിൻഡ തുറന്ന് പറയുന്നത് സാലറി നഷ്ടപ്പെട്ടു, ഇപ്പോൾ കമ്മീഷനിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, ഇനി ഒരു സാധനങ്ങൾ പോലും ഇനി ആരും ആളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല. അതേപോലെ തന്നെ ചാർലിയുടെ കയ്യിൽ നിന്ന് $50 ഒരാഴ്ച വാങ്ങിയിട്ടാണ് നമ്മുടെ ഈ കുടുംബം മുന്നോട്ട് പോകുന്നതെന്നുള്ള സത്യം നമ്മുടെ ബിഫിനോട് ലിൻഡ പറയാണ്. She tells her sons that Willie has worked all his life only for their benefit. അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വില്ലി ഈ ലൈഫ് മുഴുവൻ ചെലവഴിച്ചിരിക്കുന്നതെന്ന് ലിൻഡ തുറന്ന് പറയാണ്. By advocating that attention must be paid to Willie, Linda is voicing one of the play's central ideas that dramatic tragedy can befall not only a great man but a small man. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ മസ്റ്റ് ബി പെയ്ഡ് എന്നുള്ള വരിയിലൂടെ നമ്മുടെ ലിൻഡ ശരിക്കും വോയിസ് ചെയ്യാണ്. പ്ലേയുടെ ഒരു സെൻട്രൽ ഐഡിയ ആണത്. കാരണം ഡ്രമാറ്റിക് ട്രാജഡി, ഒരു ട്രാജഡി ഒരു ഗ്രേറ്റ് മാന് മാത്രമല്ല സംഭവിക്കാവുന്നത്, സ്മോൾ മാൻ ആയാലും ഒരു ട്രാജഡി സംഭവിക്കാവുന്നതാണ് എന്നുള്ളത്.
Though Willie is not regarded by the world as a hero, his dreams are large enough that their collapse is tragic. വില്ലി ശരിക്കും ഒരു ലോകത്തിന് ശരിക്കും പറഞ്ഞാൽ ഹീറോ ആവില്ല. പക്ഷേ ആളുടെ സ്വപ്നങ്ങൾ അത്രയ്ക്കും വലുതാണ്. കാരണം അത് ആ സ്വപ്നങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആ സ്വപ്നങ്ങളുടെ കൊളാപ്സിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാജിക്. Linda says that Biff and Happy have been ungrateful to their father. She says that Happy is a philandering bum and that Biff has been remiss as a son. Feeling guilty, Biff angrily offers to stay in his old room in a city that he hates to get a job and help her and Willie cover their expenses. Linda just asks him to stop fighting with Willie all the time and reveals that Willie's car accidents weren't actually accidents. He has been trying to kill himself. She mentions a woman who witnessed the last accident. Biff mishears and thinks that she is talking about the woman. അങ്ങനെ നമ്മുടെ ലിൻഡ ബിഫിനോടും ഹാപ്പിയോടും പറയാണ് നിങ്ങൾ വളരെ അൺഗ്രേറ്റ്ഫുള്ളായിട്ടാണ് നിങ്ങളുടെ അച്ഛനോട് പെരുമാറുന്നത് എന്ന് പറയാണ്. നിങ്ങൾ വളരെ അൺഗ്രേറ്റ്ഫുള്ളായിട്ടാണ് നിങ്ങളുടെ അച്ഛനോട് പെരുമാറുന്നത്. എന്നിട്ട് ലിൻഡ പറയാണ് ഹാപ്പി ഒരു ഫിലാൻഡറിങ് ബമ്മാണ്, എന്ന് വെച്ചാൽ ലേസിയാണ്, വളരെ ലേസിയാണ്. അതേപോലെ തന്നെ ബിഫ് ശരിക്കും ഒരു സണ്ണിൻ്റെ ഒരു കടമകളൊന്നും ഇതുവരെ നിറവേറ്റിയിട്ടില്ല. അപ്പോൾ ഗിൽറ്റി ഫീലിംഗ് ആയി ബിഫിന്. അപ്പോൾ ബിഫ് പെട്ടെന്ന് ആംഗ്രി ആയിട്ട് നമ്മുടെ ലിൻഡയോട് പറയാണ് ഞാൻ സിറ്റിയിലുള്ള എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ എൻ്റെ ആ ഓൾഡ് റൂമിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. അവിടെ ഞാനൊരു ജോലി നോക്കാം, എന്നിട്ട് വില്ലീനെയും ലിൻഡേനെയും ഹെൽപ്പ് ചെയ്യാം, അവരുടെ എക്സ്പെൻസസ് കവർ ചെയ്തോളാം എന്ന് ബിഫ് ഭയങ്കര ദേഷ്യത്തിൽ പറയാണ്. അപ്പോൾ ലിൻഡ പറഞ്ഞു നിങ്ങൾ വില്ലിയുമായിട്ട് ഫൈറ്റിങ് അവസാനിപ്പിക്കുക. ആൻഡ് ഷീ റിവീൽസ് ദാറ്റ് വില്ലിയുടെ, അപ്പോഴാണ് അവൾ ആ സത്യം തുറന്ന് പറയുന്നത്, വില്ലിയുടെ കാർ ആക്സിഡൻറ്റ്സ് ഒന്നും സത്യത്തിൽ ആക്സിഡൻറ്റ്സ് അല്ല, ആള് തന്നെ ആളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ഇറ്റ്സ് എ സൂയിസൈഡ് മിഷൻ എന്ന് അവൾ റിവീൽ ചെയ്യാണ്. ഷീ മെൻഷൻസ് എ വുമൺ ഹു വിറ്റ്നസ് ദ ലാസ്റ്റ് ആക്സിഡൻറ്റ്. അപ്പോൾ അവൾ പറയാണ് ഇത് സൂയിസൈഡാണെന്ന് പറയാൻ കാരണം ഇത് നേരിട്ട് കണ്ട, ഈ ആക്സിഡൻറ്റ് നേരിട്ട് കണ്ട ഒരു സ്ത്രീ പറഞ്ഞതാണ് ലിൻഡയോട്. അപ്പോൾ ഒരു വുമൺ എന്നുള്ള ആ ഒരു ഇത് കേട്ടപ്പോൾ ബിഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഹിയറാണ് ചെയ്തത്. ബിഫിന് പെട്ടെന്ന് കേട്ടത് തെറ്റിപ്പോയി. ബിഫ് വിചാരിച്ചു ലിൻഡ സംസാരിക്കുന്നത് ആ വുമണെ കുറിച്ചിട്ടാണ്. കാരണം നമ്മുടെ ശരിക്കും വില്ലി ലോമന് ബന്ധമുണ്ടായിരുന്ന ആ വുമണെ കുറിച്ചാണ് ലിൻഡ സംസാരിക്കുന്നതെന്ന് ബിഫ് വിചാരിച്ചു. ലിൻഡ ഈസ് ദ ഓൺലി clear-eyed member of the Loman family. She cares about love and family, not the American dream, and so she can see the other members of the family for what they really are. ലിൻഡ മാത്രമാണ് ശരിക്കും ലോമൻ ഫാമിലിയിൽ ഒരു ക്ലിയർ ആയിട്ട്, എന്ന് വെച്ചാൽ എല്ലാം അവൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയാം. ശരിക്കും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ളതാണ് അവൾക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ അമേരിക്കൻ ഡ്രീമൊന്നുമല്ല. അവൾക്ക് മറ്റുള്ള മെമ്പേഴ്സിനെ കാണുകയും അവർ എന്താണ് കറക്റ്റായിട്ട് അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അവൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ബിഫ് ഇങ്ങനെ മിസ്ഹെയർ ചെയ്തുവല്ലോ ദ വുമൺ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഹിൻസ് അറ്റ് എ ബറീഡ് സീക്രറ്റ് ഇൻ വില്ലി ആൻഡ് ബിഫ്സ് പാസ്റ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് വൈ ബിഫ്സ് അഡൾട്ട് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ് വില്ലി ഹാവ് ചേഞ്ച് സോ മച്ച് ഫ്രം ദ അഡലേഷൻ ഹി ഷോഡ് വില്ലി ആസ് എ ചൈൽഡ്. അപ്പോൾ ബിഫ് ശരിക്കും വുമൺ എന്ന് മിസ്ഹെയർ ചെയ്ത് അതൊരു ഹിൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിയും ബിഫും തമ്മിൽ എന്തുകൊണ്ട് ഇത്രയും ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വില്ലിക്ക് പെട്ടെന്ന് തന്നെ ബിഫിന് വില്ലിയോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും കാണിച്ചു തരുന്ന ഒരു സീനാണിത്. Finally, Linda tells the boys that she found a rubber hose behind the fuse box in the basement and a new nipple on the gas pipe of the water heater, which she thinks means that Willie had tried to asphyxiate himself. Biff decides that though he hates the business world, it will be best for his family if he stays home and tries to make another go of it. ആൻഡ് ലിൻഡ ഫൈനലി അവരോട് ബോയ്സിനോട് തുറന്നു പറയാണ്, ഞാൻ ഇങ്ങനെ ബേസ്മെൻറ്റിൽ ഫ്യൂസ് ബോക്സിൻ്റെ പിന്നിൽ റബ്ബർ ഹോസ് കണ്ടു, വാട്ടർ ഹീറ്ററിൻ്റെ ഗ്യാസ് പൈപ്പിൻ്റെ മുകളിൽ ഒരു പുതിയൊരു നിപ്പിൾ ഞാൻ കണ്ടു. ഞാൻ വിചാരിക്കുന്നത് വില്ലി
ആളെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ചോക്ക് ചെയ്ത് ശ്വാസം കിട്ടാതെ മരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഗ്യാസ് തുറന്നു വിട്ട് മരിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ലിൻഡയുടെ മനസ്സിൽ കയറി. വില്ലി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബിഫ് ശരിക്കും ഈ ബിസിനസ് വേൾഡ് ഹെയ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ബെസ്റ്റ് ഫോർ ഹിസ് ഫാമിലി ഇഫ് ഹി സ്റ്റേസ് ഹോം ആൻഡ് ട്രൈസ് ടു മേക്ക് അനദർ ഗോ ഓഫ് ഇറ്റ്. ബിഫ് വിചാരിക്കുകയാണ്, ഇനി നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഓക്കെ, ആദ്യം മുതൽ എൻ്റെ ഫാമിലിയെ ഞാൻ നന്നായി നോക്കാം. എൻ്റെ അപ്പൻ ഇങ്ങനെയൊക്കെ ആയി, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു, പക്ഷേ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. അപ്പോൾ ബിസിനസ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ഫാമിലിയുമായിട്ട് സ്റ്റേ ചെയ്ത് ബിസിനസ് വേൾഡിൽ തന്നെ ഒരു കൈ നോക്കാം. ആദ്യം വിചാരിച്ച് ജോലി ചെയ്ത് ഈ എക്സ്പെൻസസ് ഒക്കെ കവർ ചെയ്യാം എന്നാണ്. പക്ഷേ ബിസിനസ് ഒരു ഓപ്ഷനാണെങ്കിൽ അത് തന്നെ ചെയ്ത് വീട്ടിൽ നിന്ന് കാര്യങ്ങൾ നോക്കാം എന്ന് നമ്മുടെ ബിഫ് വിചാരിക്കുകയാണ്. The stark reality that Willie is trying to bring about his own death is what finally moves Biff to take his father seriously. അപ്പോൾ ഈ ഒരു റിയാലിറ്റി ബിഫിൻ്റെ മനസ്സിലേക്ക് കയറി, തൻ്റെ ഫാദർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അപ്പോഴാണ് ആ ഒരു ബിഫിന് മനംമാറ്റം വന്നിരിക്കുന്നത്. തൻ്റെ ഫാദറിൻ്റെ കാര്യങ്ങൾ സീരിയസ് ആണ്, താൻ മാത്രമേ ഉള്ളൂ ഇനി നോക്കാൻ എന്നൊക്കെ മനസ്സിൽ വരുന്നത്. ഹി റിയലൈസസ് ദാറ്റ് ദ ഓൺലി വേ ഹി ക്യാൻ ഹെൽപ്പ് ഹിസ് ഫാദർ ഇസ് ടു ഫുൾഫിൽ ഹിസ് ഫാദേഴ്സ് ഡ്രീംസ് ഫോർ ഹിം ഈവൻ ഇഫ് ഹി ഡസൻറ്റ് ഷെയർ ദോസ് ഡ്രീംസ്. തൻ്റെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അത് തൻ്റെ ഫാദറിൻ്റെ ഡ്രീംസ്, തന്നിലുള്ള ആ ഒരു സ്വപ്നങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ആ ഒരു ഡ്രീംസ് ബിഫിന് വലിയ കാര്യമില്ല. ബിഫ് ശരിക്കും പറഞ്ഞാൽ ആ ഡ്രീംസിൻ്റെ പുറകെ ഒന്നുമല്ല. പക്ഷേ തൻ്റെ അച്ഛൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ എന്തെങ്കിലും കടുങ്കൈയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് തനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്നു. When Willie enters, having overheard his family arguing about him, Biff tries to joke, saying that Willie might whistle in an elevator. Willie takes offense, thinking that Biff is somehow calling him crazy, and declares that he is still a big shot among salesmen. അങ്ങനെ വില്ലി തിരിച്ചു വരികയാണ്. വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ ഫാമിലി പറയുന്നതൊക്കെ വില്ലി ഓവർഹിയർ ചെയ്യുകയാണ്. തന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വില്ലിക്ക് മനസ്സിലായി. ബിഫ് ജോക്ക് ചെയ്യുന്നുണ്ട് ദാറ്റ് വില്ലി മൈറ്റ് വിസിൽ ഇൻ ആൻ എലിവേറ്റർ. എലിവേറ്ററിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വില്ലി വിസിൽ ചെയ്യുമായിരിക്കും എന്നൊക്കെ ഒരു ജോക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ വില്ലി ശരിക്കും ഇത് ജോക്കാണെങ്കിലും വില്ലി സീരിയസ് ആയിട്ട് എടുത്ത് അതൊരു ഒഫൻസായിട്ട് കണക്കാക്കി. എന്നിട്ട് പറയാണ്, ബിഫ് എന്നെ ക്രേസി എന്നാണ് വിളിക്കുന്നത്, കുറച്ച് വട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് ബിഫ് എന്നെക്കുറിച്ച് പറയുകയാണെന്നാണ് പെട്ടെന്ന് നമ്മുടെ വില്ലിയുടെ മനസ്സിലൂടെ പോയത്. അങ്ങനെ വില്ലി ഡിക്ലെയർ ചെയ്യാണ്, ഞാൻ ഇപ്പോഴും സെയിൽസ്മെന്നിൻ്റെ ഇടയിൽ ഒരു ബിഗ് ഷോട്ടാണ് എന്ന് സ്വയം പുകഴ്ത്തി പറയാണ്. Willie's ego is too fragile to accept even the smallest jabs of humor. He responds to every slight by trying to make himself look big and powerful instead of looking for support in his family. വില്ലിയുടെ ഈഗോ വളരെ വലുതാണ്. വില്ലിയുടെ ഈഗോ ഫ്രജൈലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഹ്യൂമർ പോലും വില്ലീൻ്റെ ആ ഒരു പ്രൈഡിനെ ബാധിക്കും. വില്ലി ശരിക്കും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലേ, ഞാൻ ഒരു ബിഗാണ്, പവർഫുള്ളാണ് എന്നുള്ളത്. വില്ലി ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഫാമിലിയിൽ നിന്ന് പോലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാം, ഞാൻ തന്നെയാണ് ഈ വീടിൻ്റെ നാഥൻ, ഞാൻ തന്നെയാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു മനസ്സാണ് നമ്മുടെ വില്ലിക്ക്. To diffuse Willie's anger, Happy announces that Biff is going to ask his old boss, Bill Oliver, to ask for stake money to start a business. Willie is intrigued. On the spot, Happy comes up with the idea that he and Biff, both athletes, will start a sporting goods company and hold exhibition events in which the brothers will participate to promote it. അങ്ങനെ നമ്മുടെ വില്ലിയുടെ ആങ്കർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി അപ്പം തന്നെ പറയാണ്, ബിഫ് ബില്ലൊലിവർ, നമ്മുടെ ബോസ് ബില്ലൊലിവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു സ്റ്റേക്ക് മണി, ഒരു ബിസിനസ്സിനെ തുടങ്ങാനുള്ള പൈസ ചോദിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ഹാപ്പി ഇങ്ങനെ പറയാണ്, ഒരു ഐഡിയയുമായിട്ട് ഹാപ്പി വന്നേക്കുവാണ്. ദാറ്റ് ഹീ ആൻഡ് ബിഫ് ബോത്ത് അത്ലറ്റ്സ്, ബിഫും ഹാപ്പിയും രണ്ടുപേരും അത്ലറ്റ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്ടിംഗ് ഗുഡ്സ് കമ്പനി തുടങ്ങാം എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് എക്സിബിഷൻ ഇവൻറ്റ്സ് അവർക്ക് തന്നെ ചെയ്യാം, അവിടെ ബ്രദേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്നുള്ള ഐഡിയാസൊക്കെ ആയിട്ട് നമ്മുടെ ഹാപ്പി വരികയാണ്.
Willie and Happy are both younger and neglected sons, and each would do anything to make their distant or absent fathers proud. Though Happy's idea is absurd, it reawakens Willie's dreams and therefore his confidence. വില്ലിയും ഹാപ്പിയും ശരിക്കും യങ്ങറാണ്, അതേപോലെ അവരുടെ നെഗ്ലക്റ്റഡ് സൺസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അവർ പക്ഷേ എന്തും ചെയ്യും അവരുടെ ഫാദറിൻ്റെ പ്രൗഡ് അല്ലെങ്കിൽ പ്രൗഡ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈഡിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഹാപ്പിയുടെ ഐഡിയ വളരെ അബ്സേർഡ് ആണെങ്കിലും ഇത് കേട്ട വില്ലിയുടെ ആ ഒരു മനസ്സ് വില്ലിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ ഭയങ്കര കോൺഫിഡൻസായി. അതേപോലെ വില്ലിയുടെ ഡ്രീംസൊക്കെ, വില്ലിയുടെ സ്വപ്നങ്ങളൊക്കെ ചിറക് മുളച്ചു വില്ലിയുടെ സ്വപ്നങ്ങൾക്ക്. അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് തന്നെ തൻ്റെ മക്കളൊക്കെ നന്നാവാൻ പോകുന്നു, സക്സസ്ഫുൾ ആവാൻ പോകുന്നു എന്നുള്ളൊരു ഐഡിയ ഒക്കെ വില്ലിക്ക് മനസ്സിൽ കയറി. എക്സൈറ്റഡ് ബൈ ദ സ്പോർട്ടിംഗ് ഗുഡ്സ് ഐഡിയ വിച്ച് ദേ കോൾ ദ ഫ്ലോറിഡ ഐഡിയ, വില്ലി ഗിവ്സ് അഡ്വൈസ് ടു ബിഫ് റിഗാർഡിംഗ് ദ ഇൻ്റർവ്യൂ. He tells Biff that he should walk into the office very seriously, then changes his mind and tells him he should walk in with a big laugh. He also tells Biff not to pick up anything that might fall off Oliver's desk because that's a job for an office boy. But when Linda tries to offer advice, Willie keeps shushing her. Biff gets angry at his father and the two of them once again start to argue, but they manage to reconcile slightly before Willie goes to sleep. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡായി. ഈ സ്പോർട്ടിംഗ് ഗുഡ്സ് ഐഡിയ കമ്പനിയൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വില്ലിയൊക്കെ ഭയങ്കര എക്സൈറ്റഡായി. അവരതിനെ വിളിക്കുന്നത് ഫ്ലോറിഡ ഐഡിയ എന്നാണ്. അങ്ങനെ വില്ലി ബിഫിന് വീണ്ടും അഡ്വൈസ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒലിവറിനെ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഓഫീസിലേക്ക് കയറി ചെല്ലണം. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ വില്ലി ഉള്ള മനസ്സ് മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് പറയാണ്, അയ്യോ അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് ബിഗ് ലാഫൊക്കെ വെച്ചിട്ട് കുറച്ച് ചിരിയൊക്കെ പടർത്തി നമുക്ക് അവിടേക്ക് നടന്നു പോവാം. എന്നിട്ട് ബിഫിനോട് പറയാണ്, നോട്ട് ടു പിക്ക് അപ്പ് എനിത്തിങ്. ഒലിവറിൻ്റെ ഡെസ്കിൽ നിന്ന് വീഴുന്ന ഒന്നും തന്നെ എടുക്കാൻ പോകരുത്, കാരണം അതൊരു ഓഫീസ് ബോയുടെ ജോബാണ്. ലിൻഡ ഒരു അഡ്വൈസ് കൊടുക്കാൻ നിന്നപ്പം വലിയ ആൾ ഷു എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും പറയണ്ട എന്നുള്ള രീതിയിൽ. ബിഫ് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അഡ്വൈസൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവർ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ വില്ലി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ബിഫും വില്ലിയുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. Willie doesn't give advice about how to plan and run a sporting goods store. Instead, he tells Biff how to sell himself to Oliver. Willie's job as a salesman has so consumed him that he believes that how you sell yourself, not skill or work ethic, is all important. Yet, even in the Lomans' excitement about the idea, the macho values Willie learned from Ben, this time regarding the knowledge of women, caused strife in the family. അങ്ങനെ വില്ലി അഡ്വൈസ് കൊടുക്കുന്നത് എങ്ങനെ ഒരു സ്പോർട്ടിംഗ് ഗുഡ് സ്റ്റോർ നടത്തിക്കൊണ്ടുപോകാമെന്നല്ല. വില്ലി അഡ്വൈസ് കൊടുക്കുന്നത് എങ്ങനെ തന്നെ ഒലിവറിനെ കാണാൻ പോകുമ്പോൾ എങ്ങനെ തന്നെ സെല് ചെയ്യാം എന്നുള്ളതാണ്. കാരണം വില്ലിയുടെ മനസ്സിൽ എപ്പോഴും സെയിൽസ്മാൻ്റെ ഒരു ഇതാണ്. അവിടെ എന്ത് വർക്ക് എത്തിക്സ് അല്ലെങ്കിൽ തൻ്റെ സ്കില്ല് സെല് ചെയ്യാന്നല്ല, തന്നെ സെല് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ്. അത്രമാത്രം ഐഡിയയുമായിട്ട് കൺസ്യൂംഡായി നമ്മുടെ വില്ലി ലോമൻ. അപ്പം ഈ ഒരു ഐഡിയയിൽ ശരിക്കും പറഞ്ഞാൽ വില്ലി ലോമൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ബെന്നിനെ പോലെ തന്നെ തൻ്റെ ബ്രദറായ ബെന്നിനെ പോലെ തന്നെ താനും സക്സസ്ഫുൾ ആവാൻ പോവുകയാണ്. തൻ്റെ മക്കളും എക്സ്പെക്റ്റേഷൻസൊക്കെ വളരെ ഹൈ ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. In bed that night, Linda asks Willie what Biff has against him and reminds him to ask Howard Wagner for a sales position in New York. He tells her he is too tired to talk. Biff, meanwhile, searches in the basement and is horrified to find the rubber hose behind the heater. He takes it and goes upstairs to bed. അങ്ങനെ രാത്രി ബെഡിൽ ലിൻഡ വില്ലിയോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളും ബിഫും തമ്മിൽ ഇത്രമാത്രം ഫൈറ്റിംഗ് നടക്കാനുള്ള കാരണം? എന്നിട്ട് അവൾ ഓർമ്മിപ്പിക്കുകയാണ്, ഹവാർഡ് വാഗ്നറിനെ നിങ്ങൾ കാണുമ്പോൾ ഇനി ന്യൂയോർക്കിൽ സെയിൽസ് പൊസിഷൻ്റെ കാര്യം പറയണം, അവിടെ നിങ്ങളെ പോസ്റ്റ് ചെയ്യാൻ പറയണം. വില്ലി ഇതൊക്കെ കേട്ട് പറയണേ, ഞാൻ ഭയങ്കര ടയേർഡാണ് ഇപ്പോൾ സംസാരിക്കാനെന്ന് പറയണം. ബിഫ് അതിൻ്റെ ഇടയിൽ ബേസ്മെൻറ്റിൽ ചെന്ന് നോക്കിയിട്ട് അപ്പോൾ റബ്ബർ ഹോസ് കണ്ടു. ഹീറ്ററിൻ്റെ ബാക്കിൽ റബ്ബർ ഹോസ് കണ്ട് ഭയങ്കരമായിട്ട് ഹൊറിഫൈഡായി, പേടിച്ചു പോയി. അവൻ അത് എടുത്തിട്ട് അവൻ്റെ റൂമിലേക്ക് പോയി. Willie continues to refuse to face his past, betrayal of his family or the failure of his career. പെട്ടെന്ന് നമ്മുടെ ലിൻഡ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളും ബിഫും തമ്മിലുള്ള ആ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വില്ലിക്ക് ശരിക്കും അത് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ വില്ലി പറയണം, ഞാൻ വളരെ ടയേർഡാണ്, ഞാൻ കിടക്കാൻ പോട്ടെ എന്നുള്ളത്.
തൻ്റെ ഫാമിലീനെ തന്നെ താൻ ചതിച്ചു എന്നുള്ള ഒരു സത്യം ഇപ്പോഴും വില്ലിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹി പ്രിഫേഴ്സ് ടു ഡ്രീം ദാൻ ഫേസ് റിയാലിറ്റി. സ്വപ്നം കാണാനാണ് വില്ലിക്ക് അറിയുള്ളൂ, റിയാലിറ്റിനെ ഫേസ് ചെയ്യാൻ വില്ലിക്ക് അറിയില്ല. ബൈ ടേക്കിംഗ് ദ ഹോഴ്സ്, ബിഫ് പ്രസൻറ്റ്സ് ഹിംസെൽഫ് ആസ് എ വൺ പേഴ്സൺ ഹു ക്യാൻ സേവ് ഹിസ് ഫാദർ. അങ്ങനെ എത്രമാത്രം ബിഫ് ഫൈറ്റ് ചെയ്തു അച്ഛനുമായിട്ട്, ഇത്രമാത്രം വെറുത്തുപോയ അച്ഛനെ, അല്ലേ, വില്ലി ലോമനെ അത്രയധികം വെറുത്തുപോയ ആ ബിഫ് തൻ്റെ മകനായ തൻ്റെ ഒരു കടമ അച്ഛനെ സേവ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു കടമയാണ് ആ റബ്ബർ ഹോഴ്സ് എടുത്ത് കൊണ്ടുപോകുന്നതിലൂടെ കാണുന്നത്.